ഹായ് ഓൾ, ഫിനാൻസ് ഫോറത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ജിം വർക്കി. ഇദ്ദേഹം ഇന്ത്യയിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ കാനഡയിൽ നിലവിൽ പെർമനൻറ്റ് റെസിഡൻസി സ്റ്റാറ്റസിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇദ്ദേഹമായിട്ട് നമ്മൾ ഇന്ന് ഇരിക്കാനുള്ള മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് കനേഡിയൻ ഫിനാൻസ് ഫെമിലിയറായ ഒരു വ്യക്തിയാണ്. അതിനു പുറമെ ഇന്ത്യയിലുള്ള നമ്മുടെ പേഴ്സണൽ ഫിനാൻസ്, ഏഷ്യൻ കൺട്രിയായ ഇന്ത്യയിലുള്ള പേഴ്സണൽ ഫിനാൻസസും 10-30 വർഷത്തിന് മീതെ കണ്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിന് രണ്ടും തമ്മിലുള്ള ആ ഒരു ആത്യന്തികമായ ഒരു വ്യത്യാസം എന്താണെന്നുള്ളൊരു പിക്ചർ ആണ് ഞാൻ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇപ്പം നാട്ടിൽ ഏകദേശം 30 വർഷത്തിന് മീതെ ജീവിച്ചൊരു വ്യക്തിയാണ് അല്ലേ? അതിനുശേഷം കനേഡിയൻ ലൈഫിലും മോർ ദാൻ 10 ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് മെയിനായിട്ട് ജിമ്മിന് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നാട്ടിൽ ഞാൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു കുറച്ച് നാൾ. പിന്നെ അതിനുശേഷം കുറച്ച് റെസ്റ്റോറൻറ്റ് ഫീൽഡും വർക്ക് ചെയ്തിരുന്നു. ഇത് രണ്ടും കൂടുതൽ മിഡിൽ ഈസ്റ്റിലാണ് ചെയ്തിരുന്നത്. ദെൻ ആഫ്റ്റർ അതിനുശേഷം നമ്മൾ നാട്ടിലോട്ട് തിരിച്ചു വന്നു. ആഫ്റ്റർ കല്യാണത്തിന് ശേഷം നമ്മുടെ വൈഫ് ആ സമയത്ത് ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ നാട്ടിൽ നിന്ന് ഒമാൻ അവിടോട്ട് പോയായിരുന്നു. ദെൻ തിരിച്ച് അവർക്ക് നാട്ടിലോട്ട് വീണ്ടും അവർ PSC എഴുതിയിട്ട് ഒരു പോസ്റ്റിംഗ് കിട്ടി. അങ്ങനെ അവർ നാട്ടിലോട്ട് തിരിച്ചു പോയിരുന്നു. അതിന് ശേഷം ഞാനും നാട്ടിലോട്ട് തിരിച്ചു പോകുന്നു. നാട്ടിൽ നമുക്ക് നിൽക്കാം. എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് പുറമെ മറ്റൊരു രാജ്യത്തെയും ഫിനാൻസ് കണ്ട ഒരു വ്യക്തിയാണ്. അതെ. അപ്പോൾ നമ്മൾ വിചാരിച്ചത്രേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് നമ്മുടെ അമ്മയാണ് ഉള്ളത്. അപ്പച്ചൻ മരിച്ചു പോയിരുന്നു. അപ്പോൾ അവരൊക്കെ കൂടെ സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് നിൽക്കാം, അങ്ങനെ പോകാമെന്ന് കരുതി നാട്ടിൽ തിരിച്ചു വന്നു. പക്ഷേ അവിടെ എനിക്ക് തോന്നുന്നു ഞാൻ 2006 തിരിച്ചു പോകുന്ന ഒരു 18 ആയപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു രീതി അനുസരിച്ച് നമ്മൾ അവിടെ അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പഠനം, പിന്നെ അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നോക്കി വരുന്നപ്പം നമുക്ക് തോന്നി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ലൈഫ് നമുക്ക് കാനഡയിലേക്ക് പോയാൽ ലഭിക്കും എന്നുള്ളൊരു ഇതാണ് നമുക്ക്. പക്ഷേ നാട്ടിൽ നമുക്ക് ജീവിക്കുന്നതുകൊണ്ട് അത്ര വലിയൊരു പ്രോബ്ലം ഒന്നും തോന്നിയിരുന്നില്ല. പക്ഷെ അപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് കയറി വന്ന ഒരു ആസ്പെക്റ്റാണ്. അതായത് PSC ഉദ്യോഗത്തിൽ ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൽ നിന്നും നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നേരെ ഇങ്ങോട്ട് വന്ന ഒരു ഭാഗമാണ് അല്ലേ? അപ്പോൾ അതിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒമാനിലുണ്ടായിരുന്നുവെന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഒമാനിലെ വൈഫാണ് ജോലി ചെയ്തിരുന്നത്, ഞാൻ ഷാർജയിലായിരുന്നു. ഓക്കെ, രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ ഏകദേശം എത്ര നാളുണ്ടായിരുന്നിരിക്കും? ഞാൻ 97 അവിടെ പോയിട്ട് 2006 ഓക്കെ തിരിച്ചു വന്നത്. വൈഫ് 1 ഇയർ ഉണ്ടായുള്ളൂ. പക്ഷെ അപ്പോഴേക്കും നമ്മൾ കാനഡയെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒമാന് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ആസ്പെക്റ്റിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, വാസ് ഇറ്റ് ബെറ്റർ ഓർ കാനഡ ഈസ് ബെറ്റർ? പല ആസ്പെക്റ്റുകളുണ്ടാവാം. കുട്ടികളുടെ ആസ്പെക്റ്റ് ഉണ്ടാകാം, ഇപ്പം നിങ്ങളുടെ ഫാമിലി ലൈഫിൻ്റെ ഒരു ആസ്പെക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ കിഡ്സിൻ്റെ ഫ്യൂച്ചറായിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ ഒരു സൈഡ് ഉണ്ടാവാം. ബട്ട് ഓവറോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിൽക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ പറ്റും എന്ന് തോന്നുന്ന ഒരു രാജ്യം അതേതായിരുന്നു? അത് നമുക്ക് പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു ഇതനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും ഇവിടെയും കമ്പയർ ചെയ്യുമ്പോഴൊരു പ്രോബ്ലം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ അങ്ങനെ കുറച്ച് ഇതായിട്ട് അങ്ങനെ ജീവിച്ച് പോകണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ സിസ്റ്റം വ്യത്യാസമുണ്ട്. നമുക്ക് ഇവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ നമ്മൾ ഇവിടുത്തേതായിട്ടുള്ള രീതികൾ പഠിച്ച് അത്തരം രീതിയിൽ പോകണം. മറ്റോടത്ത് നമ്മൾ നോർമലാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ടാക്സ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഇത്രയും വരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ക്യാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ആണെങ്കിൽ അത് പറ്റും. പക്ഷേ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ കൂടി ആയിരിക്കും. കുട്ടികളുടെ പഠനമായാലും അതെ അവരുടെ ഇത്. പക്ഷെ അതിന്റെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കുറച്ചും കൂടെ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഇതുണ്ട്, അതിനൊരു ബുദ്ധിമുട്ടുകളുണ്ട്. ഇനി നേരെ മറിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ, ഇഫ് യു കമ്പയർ ടുഡേ, ഇപ്പോൾ ഏകദേശം ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് കാനഡയിലും അത് വെച്ച് നിങ്ങൾ ഇന്ത്യയെ കമ്പയർ ചെയ്യുവാണെങ്കിൽ, ഫിനാൻഷ്യൽ ആസ്പെക്ട് ഒഴിച്ചു നോക്കിയാൽ വിച്ച് വുഡ് ബി ബെറ്റർ? ഫൈനാൻഷ്യൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലത്തെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് എനിക്ക് തോന്നുന്നില്ല അത്ര അങ്ങ് ബെറ്റർ ആവുമെന്ന്. ഇപ്പം ഇവിടെ നമ്മൾ ഇവിടുത്തെ ഒരു അതാണ്, നമ്മളിവിടെയാണ് മുന്നോട്ട് പോകുന്നെങ്കിൽ നമ്മൾ ഇവിടുത്തെ രീതികൾ അറിഞ്ഞ്
അത് നേരത്തെ കുട്ടി നമ്മൾ ചെയ്തു വെക്കണം അത്തരം കാര്യങ്ങൾ. അല്ലാണ്ട് നമ്മൾ ഇവിടുത്തെ രീതിയിലുള്ള ജീവിതത്തിന് നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻ ആവശ്യമാണ് നമുക്ക്. അതായത് കുറച്ച് റിസർച്ചും കുറച്ച് പ്രിപ്പറേഷനും ആവശ്യമാണ്. തീർച്ചയായിട്ടും. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു അവിടെ നിന്ന് വരുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും നമ്മൾ നാട്ടിലത്തെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ എന്താ പറയുക, നമുക്ക് വരുമാനം വരുന്നു, അതിനെ നമ്മൾ കൊണ്ട് സേവ് ചെയ്യുന്നു, ആ ഒരു രീതി. അത് തന്നെ ഇവിടെ വന്നിട്ട് കുറേ ആളുകൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷേ അതിവിടെ നടക്കുന്ന കാര്യമല്ല. ഇവിടുത്തെ ടാക്സിൻ്റെ രീതികളും അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ കുറേ ദൂരം അപ്പം നമുക്കൊക്കെ അങ്ങനെ ആദ്യം നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് വേറെ രീതിയിൽ അതിൻ്റെതായിട്ടുള്ളൊരു ഇത് കിട്ടിയായിരുന്നു. എങ്ങനെയാണ് അപ്പം അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു. അത് പഠിച്ചതിൻ്റെ പേരിൽ നമ്മൾ ആ രീതിയിൽ പോകുന്നു. എന്നാലും അതായത് പറഞ്ഞു വരുന്നത് 2 എക്കോണമിയിൽ നിന്ന് ജീവിച്ചിരുന്ന ആളുകളാണ്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഫാമിലിക്ക് 3ാമതൊരു എക്കോണമി ഒമാനിലും സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ കനേഡിയൻ എക്കോണമി പ്ലസ് ഇന്ത്യൻ എക്കോണമി വിത്ത് ഒമാൻ എക്കോണമി. അപ്പോൾ 3 ലൈഫ് സ്റ്റൈലിൽ ജീവിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അദ്ദേഹം പറയുന്നത് 2 എക്കോണമിയിലും ഉള്ള കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ അവിടെയുള്ള അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാൻ നോക്കാതെ ഇവിടുത്തെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ആ ഒരു ചേഞ്ച് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു പിക്ചറാണ് പറഞ്ഞു വരുന്നത് അല്ലേ. ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ ടാക്സേഷൻ ഇവിടെ കൂടുതലാണോ അതോ പുറത്തുള്ള രാജ്യങ്ങളിലാണോ കൂടുതൽ? ടാക്സേഷൻ ഇവിടെയാണ് കൂടുതൽ, പുറത്ത് അല്ല. പക്ഷേ ടാക്സ് സേവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുകൾ അത് എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും മാർഗങ്ങൾ. പക്ഷേ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് എന്നുള്ള ഒരു ഭാഗം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. തീർച്ചയായിട്ടും. അത് നമ്മളിപ്പോൾ ബാങ്കിലായാലും അവിടുത്തെ ഒരു രീതികളൊക്കെ അത് മിഡിൽ ഈസ്റ്റിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ബാങ്കിൽ ഇൻട്രസ്റ്റ് ഒന്നും നമുക്ക് ഇല്ല. പക്ഷേ അവിടെ മറ്റുള്ള രീതിയിൽ നോക്കുമ്പോൾ അത്രയധികം ടാക്സുകൾ നമ്മളെ പേടിയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഒരുപാട് ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് കൂട്ടുകാരുണ്ട് എനിക്ക്. പല ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുമായിട്ട് ബന്ധം നിലനിർത്താറുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എല്ലാവരും തന്നെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം, നാട്ടിലൊക്കെ ഇത്രത്തോളം സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നും നമ്മൾ എടുക്കാറില്ല. ഇങ്ങോട്ടൊക്കെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആസ്പെക്റ്റിനെ പറ്റി വാട്ട്സ് യുവർ റിവ്യൂ? അത് ഉണ്ടാവും. സ്ട്രെസ്സ് എന്തായാലും നമുക്ക് നാട്ടിലത്തെ രീതിയല്ല, ഇവിടുത്തെ രീതികൾ തന്നെ വ്യത്യാസമാണല്ലോ. ഇപ്പോൾ ടാക്സേഷൻ്റെ കാര്യമായാലും ഏതായാലും നമ്മൾ അത്തരം രീതിയിൽ ചിന്തിക്കുമ്പോൾ, അപ്പോൾ നമ്മളൊരു വീട് മേടിച്ചു, അപ്പോൾ അത് മേടിച്ച് കഴിയുന്ന വരയ്ക്ക് നമുക്ക് ഇപ്പോൾ റെൻറ്റിനാണെങ്കിൽ ആ റെൻറ്റ് മാത്രം അങ്ങ് പേ ചെയ്താൽ മതി. പേ ചെയ്താൽ ആ ഇത് കഴിഞ്ഞു. പക്ഷേ നമ്മൾ വീട് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മോർഗേജ്, പിന്നെ നമ്മൾ അതിൻ്റെ ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, യൂട്ടിലിറ്റീസ്, അതെ, അതൊക്കെ വരുമ്പം പിന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് വരുമാനം നമ്മൾ വരുന്നു, അതിനനുസരിച്ച് അത് തിരിച്ചും അതിലോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇപ്പം റെൻ്റാണെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ റെൻറ്റിനാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെന്ന് നമുക്ക് തോന്നും, മറ്റുള്ള ചിലവുകളില്ലാത്തതുകൊണ്ട്. വീടാണെങ്കിൽ അത് നമുക്കൊരു അസറ്റായിട്ടാണ് വരുന്നത്. പക്ഷെ അതിന് ടൈം കുറച്ചെടുക്കും, അത്തരം എക്സ്പെൻസസ് കൂടുതലാണ്. ഇപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒരു വീട് എടുത്താൽ പോലും അതൊരു അസറ്റ് ആവാനായിട്ട് ഒരല്പം ടൈം എടുക്കും. സോറി, മേടിക്കുന്ന സാഹചര്യമാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മേടിക്കുന്ന ഒരു രീതിയാണ് ഏറ്റവും നല്ലത്. അതിനുള്ളൊരു പ്രിപ്പറേഷൻ. അപ്പോൾ വീടൊക്കെ മേടിക്കുന്നതിന് മുമ്പ് അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്കിവിടെ. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പം ഒന്നുമില്ലാതെ അത് മേടിക്കുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കും. അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അതല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ജിമ്മിൻ്റെ ഒരു ആസ്പെക്റ്റിൽ ഇപ്പം നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഗവൺമെൻറ്റിൽ നിന്ന് ഫ്രീ മണി കിട്ടും വീട് മേടിക്കാനായിട്ട്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാനഡയിലുണ്ടോ? ഓ, അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് വലിയ അറിവില്ല. ഫ്രീ ആയിട്ടൊന്നും അപ്പോൾ ഇങ്ങനെ കിട്ടില്ല. പല സെയിൽസ് ഏജൻറ്റും പറയുന്ന കാര്യമാണ്, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇവിടെ പലതും സൗജന്യമാണ്, ഇന്ന കാര്യങ്ങൾ ഫ്രീ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല അല്ലേ? അത്രയ്ക്ക് കാര്യമായിട്ടില്ല. പക്ഷേ നമുക്ക് ഈ ടാക്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടാനുള്ള കുറച്ച് പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്കത് ചെയ്യാൻ പറ്റും. ഫ്രീ മണി കിട്ടുമോ എന്ന് വെച്ചാൽ ഇല്ല, എനിക്ക് അങ്ങനെ വലിയ ഇതില്ല അതിനെക്കുറിച്ച്. ഓക്കെ, പല ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കോമൺ പിക്ചർ എന്ന് പറയുന്നത്, നാട്ടിലൊക്കെ ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും വർഷത്തിൽ ഒരു തവണയൊക്കെ നാട്ടിൽ വെക്കേഷനായിട്ട് പോകാറുണ്ട്, എൻ്റെ ഫാമിലി ആയിട്ട് പോകാറുണ്ട്, ഞാൻ ഒറ്റയ്ക്കും പോകാറുണ്ട്. എന്തെങ്കിലുമൊക്കെ എമർജൻസി പോകുന്നൊരു സിനാരിയോ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ പ്ലെയിനെ കയറി നാട്ടിൽ ലാൻഡ് ചെയ്യുന്ന അന്ന് തൊട്ട് നമ്മൾ മനസ്സിനൊരു വല്ലാത്തൊരു പീസ്ഫുൾനെസ്സാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ടെൻഷനുകളൊക്കെ മാറി നിന്ന് നാട്ടിലേക്ക് പോകുമ്പോഴേക്കും ഒരു പ്ലസൻറ്റ് ഫീലാണ്. പക്ഷേ തിരിച്ച് കാനഡയിലോട്ട് വരുമ്പം വീണ്ടും നമ്മൾ ടെൻസ്ഡ് ആവുകയാണ്. കാറിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണമല്ലോ, അയ്യോ ഇൻഷുറൻസ് അടയ്ക്കണമല്ലോ,
ഇപ്പം നമ്മുടെ വീടിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണമല്ലോ. അപ്പോൾ ഒരു ടെൻഷൻ കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഒരു രാജ്യമായിട്ടാണ് പലരുടെയും പിക്ചറൈസേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ജിമ്മേട്ടൻ്റെ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു മേജർ ഫാക്ടർ അവിടെ വരുന്നുണ്ടോ ഇല്ലയോ? അത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ അത് ആ രാജ്യത്തിന് ഓരോ രാജ്യത്തിനും ഓരോതായിട്ടുള്ള പ്രത്യേകതകളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ ഇവിടത്തേതായിട്ടുള്ള ആ കാര്യങ്ങൾ ഫോളോ ചെയ്ത് നമ്മൾ പോകുക തന്നെ വേണം. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ള രാജ്യത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ അങ്ങനെ ഇല്ല. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതായിരിക്കും ബെറ്റർ എന്നുള്ള ചിന്തകളാണ്. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞാൽ. എനിക്ക് മൊത്തം നമ്മുടെ നാട്ടിലും എല്ലാ സാധനങ്ങളും അതെ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ രണ്ട് രാജ്യങ്ങൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എക്സ്പെൻസസ് എല്ലായിടത്തും ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നമുക്ക് വരുമാനം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ചിലവിലേക്ക് ഒതുങ്ങി ജീവിക്കുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ലയബിലിറ്റീസ് നമ്മൾ എടുത്തു വയ്ക്കുന്നത് മൂലം നമ്മൾ ഓവർ സ്ട്രെസ്ഡ് ആവും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാവുമായിരിക്കുമോ? അത് ശരിയായിരിക്കും. അതും പിന്നെ നമുക്ക് ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചെലവുകൾ കുറയല്ലോ, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും എനിക്ക് തോന്നണില്ല പെട്ടെന്ന് അത് കുറഞ്ഞു വരാനുള്ളൊരു സാധ്യത. കൂടിയ ഇതുകളൊന്നും വെച്ചാൽ കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ സാധനങ്ങളുടെ വിലയൊന്നും എനിക്ക് ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ എനിക്കും കുറച്ച് ആഡ് ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ 2018 സമയങ്ങളിലൊക്കെ ഇവിടെ ജീവിക്കുമ്പോൾ ഏകദേശം $3.25 പാലിനുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു അത്രയും തന്നെ ഇല്ല, തികച്ച് $3 അടുത്തേ ഉള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ $6 അടുത്ത് എത്തിത്തുടങ്ങി. ഗ്യാസ് ആണെന്നുണ്ടെങ്കിലും 40-50 സെന്റിൽ നിന്ന കാര്യം ഇപ്പോൾ ഏകദേശം $1.5 മീതിയായി. കോവിഡ് സമയത്ത് എനിക്ക് തോന്നുന്നത് രണ്ടും ക്രോസ് ചെയ്തിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എക്സിസ്റ്റിംഗ് ആണ്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്നതിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ടാക്കിൾ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. തീർച്ചയായിട്ടും അല്ലേ? പിന്നെ ഇനി അതിന് പുറമെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണി മാനേജ്മെൻറ്റ് ഇപ്പം നാട്ടിലാണോ ഇവിടെയാണോ കുറച്ചുകൂടെ എളുപ്പം? മണി മാനേജ്മെന്റ് നമുക്ക് നാട്ടിൽ അതാണ് ഞാൻ പറഞ്ഞത്, രണ്ട് സ്ഥലത്ത് രണ്ട് രീതികളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള. എളുപ്പം എന്ന് പറയാൻ അങ്ങനെ ഇല്ല. അതായത് ഇറ്റ് ഡിപ്പെൻസ് അല്ലേ, ഓരോ ആളുകൾ എങ്ങനെ എത്രത്തോളം. ഇപ്പോൾ എൻ്റെ ഒരു ആസ്പെക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ കൂടെ ബഡ്ജറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എക്സ്പെൻസുകളെ ഒന്ന് ഫോർസീൻ ചെയ്ത് അതിനെ എങ്ങനെയൊക്കെ ആക്കിയെടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കുറച്ചുകൂടെ പ്ലാനിങ് ഒക്കെ പ്രോപ്പറായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മാനേജ്മെൻറ്റ് സിനാരിയോ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഒരുപാടൊന്നുമില്ല. അതായത് ഇന്ത്യയിൽ വർക്ക് ചെയ്ത് ഇൻകം ഏൺ ചെയ്യുന്ന ഒരു പീരീഡ് എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കം കാലമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ആസ്പെക്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ അത്രയൊരു ഡിഫറൻസ് തോന്നുന്നില്ല. പക്ഷേ ഒരു ഏകദേശം 10 വർഷത്തോളം നാട്ടിൽ വർക്ക് ചെയ്തതിന് ശേഷം ആയിരിക്കാം ഇദ്ദേഹം ഇങ്ങോട്ട് വന്നത് അല്ലേ? അപ്പോൾ ആ ഒരു സഡൻ ചേഞ്ച് കൊണ്ട് എന്തെങ്കിലും നമുക്കൊരു ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടോ? അതോ സഡൻ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നിയത് ഇവിടെ വന്നപ്പം. നമ്മുടെ നാട്ടിലത്തെ ആ ഒരു രീതികൾ എന്ന് പറഞ്ഞ് ഇവിടെ വന്നപ്പം. പക്ഷെ അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വരുമ്പം നമ്മൾ നാട്ടിലത്തെ ആ ഒരു ഇതിലാണല്ലോ വരുന്നത്. അതിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മൾ കയറി വരണം. അതാണ് നമുക്ക് ആദ്യമായിട്ട് വരുന്ന ഒരാളോട് ഞാൻ പറയുകയാണെങ്കിൽ അത് പറയാം. കാരണം നമ്മൾ വരുന്നതിന് മുമ്പ് ഇവിടുത്തെ രീതികളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഇവിടത്തേതായിട്ടുള്ള അതിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ട്. അവിടെയുള്ള കാര്യങ്ങൾ ഇവിടെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ. അത് വളരെ പെട്ടെന്ന് നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അധികം നമ്മൾ വന്ന് കുറച്ച് നാൾ നിന്ന് അപ്പോൾ ഞാൻ കുഴപ്പമില്ല ഇനിയിപ്പോൾ ഇത്തിരി കഴിയട്ടെ നോക്കാന്നുള്ളതല്ല. വന്ന് ഒരു 5-6 അല്ലെങ്കിൽ ഒരു 1 ഇയറിൻ്റെ ഉള്ളിലെങ്കിലും നമ്മൾ ഇവിടുത്തെ രീതി മനസ്സിലാക്കുകയും വേണം, ആ ഒരു ചേഞ്ച് അഡോപ്റ്റ് ചെയ്യാനും പറ്റണം. അപ്പം അങ്ങനെ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ ഇവിടെ പറയുന്ന ആളുകൾ പറയുന്ന ഒരു കോമൺ കാര്യമുണ്ട്. ചില ആളുകൾ പറയാറുണ്ട് വീടുകളൊക്കെ കുറച്ചും കൂടി എളുപ്പമായിട്ട് മേടിക്കാൻ പറ്റും. ചില ആൾ പറയും ആ ഒരു ഹോം പർച്ചേസ് ജേണി എന്ന് പറയുന്നത് ഒരു ഇച്ചിരി ബുദ്ധിമുട്ട് നിറഞ്ഞതാണെന്ന്. ഇപ്പോൾ ജിം ഓൾറെഡി വീട് പർച്ചേസ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഹോം പർച്ചേസ് ജേണി എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു അതോ കുറേ കൂടെ എളുപ്പമുള്ള ഒരു ഭാഗമായിരുന്നു? അത് നമ്മളതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ അറിയുന്നത് കൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നു എന്ന് പറയാം ആ കാര്യങ്ങൾ. കാരണം അതിനെക്കുറിച്ച് ഇവിടെ തന്നെ കാനഡയിൽ തന്നെ കുറച്ച് രജിസ്റ്റേർഡ് അക്കൗണ്ടുകൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമേ നമുക്കതിനെ എന്താ പറയുക, അതിന് ഒരു വർഷത്തിൽ ഇത്ര നമുക്കതിനെ ഇത് ചെയ്യാം.
ഡെപ്പോസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഒരു ടാക്സ് ബെനിഫിറ്റിന് വേണ്ടി കിട്ടുന്ന അക്കൗണ്ടുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് ചെയ്ത് മനസ്സിലാക്കി എടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് എത്ര പറ്റും എന്നുള്ള അതിനനുസരിച്ചുള്ള എമൗണ്ടുകളൊക്കെ അതിൽ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ മേടിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ടാക്സ് ബെനിഫിറ്റും കിട്ടും. അത് കുറച്ച് ഈസി ആയിരിക്കും. അത്ര ഒരു ബേർഡൻ ആ സമയത്ത് വരുന്നില്ല നമുക്ക്. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ റഷ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്, അതായത് തിടുക്കം കൂട്ടി എടുക്കുന്ന ഒരു ഭാഗം. അപ്പം അങ്ങനെയുള്ള എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? തിടുക്കം കൂട്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റേ ഹോം പർച്ചേസ് എന്ന് പറയുന്ന ഭാഗം. തിടുക്കം കൂട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുറച്ച് നമ്മൾ മാർക്കറ്റ് നോക്കുന്നു, അതുകൂടാതെ നമ്മൾ റിയലേറ്റേഴ്സിൻ്റെ വക ഒരു ഇടപെടലും ഉണ്ടാവും അതിൽ. കാരണം നമ്മളിത് മേടിക്കാം എന്നൊരു ചിന്ത നമുക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് മേടിക്കണം എന്നാണ് നമ്മൾ. അതേസമയം അതിന് അവർ കുറച്ച് എനിക്ക് തോന്നുന്നു, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ അവർ നമ്മളെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിന് ഇപ്പം നല്ല സമയമാണ്, അങ്ങനെയാണ്. അപ്പോൾ അതൊരു ഈ വീട് മേടിക്കാന്ന് പറഞ്ഞൊരു ബുദ്ധിമുട്ട് പറഞ്ഞ സമയമാണ് അത് സത്യത്തിൽ. പർച്ചേസ് ചെയ്ത് വീട് കയ്യിലോട്ട് കിട്ടുന്ന ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ എനിക്ക് നോക്കുവാണെന്നുണ്ടെങ്കിലും ഒരുപാട് ക്ലയൻസ് വീട് മേടിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്യാതെ നിങ്ങൾ വീട് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പിന്നീട് ബുദ്ധിമുട്ടിലേക്കേ വരുള്ളൂ. ഇപ്പോൾ ഒരിക്കലും ഒരു റിലേറ്റർ പറയുന്നത് കേട്ട് പ്രോപ്പർട്ടി വാല്യൂ എന്ന് പറയുന്നത് നാളെ കൂടും, അല്ലെങ്കിൽ ഇതിന് ഇത്ര വാല്യൂ ഉണ്ട്, നിങ്ങൾക്ക് ഒരു 500,000 അഫോർഡബിലിറ്റി ഉള്ളൂ, ആ സ്ഥാനത്ത് 1 million പ്രോപ്പർട്ടിയൊക്കെ എടുക്കണം എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നിങ്ങളുടെ അഫോർഡബിലിറ്റിയിൽ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർട്ടി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് ഒരു മേജർ പോയിന്റ് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു 1-2 സുഹൃത്തുക്കൾ അത്യാവശ്യം ഇൻഫർമേഷനൊക്കെ ഗ്യാദർ ചെയ്യാൻ ചെയ്യുന്ന നല്ല എഡ്യൂക്കേഷനുള്ള 1-2 സ്റ്റുഡൻസ് അല്ല സുഹൃത്തുക്കൾ. അവർ വീട് മേടിച്ച സാഹചര്യത്തിൽ വീടിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് വന്ന പോയിന്റിലാണ് ഇവർ അറിയുന്നത് വീടിന് യൂട്ടിലിറ്റി അടയ്ക്കണം, മോർഗേജ് പേയ്മെൻറ്റിന് പുറമേ അഡീഷണൽ പേയ്മെൻറ്റ്സ് ഉണ്ട്, അതായത് ഹൈഡ്രോ, വാട്ടർ, ഇലക്ട്രിസിറ്റി ഇങ്ങനെയുള്ള പേയ്മെൻറ്റുകൾ ഉണ്ടെന്ന് അറിയുന്നത് ഈ വ്യക്തികൾ അറിയുന്നത് പേയ്മെൻറ്റ്, അതായത് മോർഗേജ് ക്ലോസായി മോർഗേജിന് പേയ്മെൻറ്റ് എടുത്തു തുടങ്ങുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ ഇവിടെ എല്ലാ മേഖലയിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരു മേജർ ഫാക്റ്റ് തന്നെയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് റിസർച്ച് നടത്താതെ നിങ്ങൾ ഒരു കാര്യത്തിലേക്കും റഷ് ചെയ്യാതിരിക്കുക, അല്ലേ? ഇപ്പോൾ 2 രാജ്യങ്ങളെ കമ്പയർ ചെയ്യുവാണെങ്കിൽ എൻറ്റയർലി സിസ്റ്റം ഡിഫറെൻ്റ് ആണ്, അല്ലേ? ഇപ്പം നാട്ടിൽ കുറച്ച് കാശുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീട് മേടിക്കാം, അല്ലേ? അപ്പോൾ ആ ഒരു ഹോം പർച്ചേസും ഇവിടുത്തെ ഹോം പർച്ചേസും, ഇപ്പോൾ നാട്ടിൽ വീടുള്ള ഒരു വ്യക്തിയാണോ ജിമ്മ്? ആണ്, അല്ലേ? അപ്പോൾ അവിടെ എങ്ങനെയായിരുന്നു ഹോം പർച്ചേസ് എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടിരുന്നോ, അതോ നേരെ പോയി? പ്ലാനിങ്ങും അതിലില്ല. നമ്മുടെ എമൗണ്ട്, അതിനുള്ള എമൗണ്ട് നമ്മൾ കണ്ടെത്തി, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കി ഡീൽ ചെയ്തു, ഡയറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തു. അപ്പോൾ അവിടെ ഗവൺമെന്റിന്റെ അക്കൗണ്ടുകളോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ചെയ്തില്ല. അവിടെ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോഴേക്കാണ് ഇത്തരം രീതികളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെയുള്ള ഡിസിഷൻസിലേക്കൊക്കെ പോകാനിരിക്കുന്ന ആളുകൾ, ചിന്തിക്കുന്ന ആളുകൾ കുറച്ചുകൂടി ഒന്ന് റിസർച്ച് ചെയ്ത് മാർക്കറ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഒരു പ്രൊസീഡിങ്സിലേക്ക് പോവുക, അല്ലേ? അതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. അല്ലെങ്കിൽ നമുക്ക് കൂടുതലും ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ ഇന്ന് കൺവേ ചെയ്യാനുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഞങ്ങൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. 2 ആസ്പെക്റ്റിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവിടെ ആ ഒരു എക്കോണമി, ഇന്ത്യൻ എക്കോണമി അല്ലെങ്കിൽ ഒരു ഏഷ്യൻ എക്കോണമി, ആ ഒരു രാജ്യത്ത് നിന്നും നമ്മൾ ഒരു ഡെവലപ്ഡ് നേഷനിലേക്ക് വരുമ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും സ്ട്രക്ചറിങ് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ സെയിം കാര്യങ്ങൾ തന്നെ ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാൻ നോക്കാതെ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിലേക്ക് മാറാനായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ, അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരിക. ഇപ്പം നമ്മൾ നാട്ടിൽ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ചോറും കഞ്ഞിയും ആണ് എന്ന് വിചാരിച്ച് കനേഡിയൻ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ചോറും കഞ്ഞിയും തന്നെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ കൂടും, പല രോഗങ്ങൾ വരും. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു മൂവ്മെന്റ് നടക്കുന്നില്ല. നമ്മുടെ നടത്തങ്ങളാണെങ്കിലും എക്സസൈസസ് ഒക്കെ ആണെങ്കിലും വരുമ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നല്ല മാതിരി ബിസി ആയി പോകും. അപ്പം ഞാൻ ഈ പറഞ്ഞൊരു ഉദാഹരണം മാത്രമാണ്. ഫുഡ് പാറ്റേണിലും നമ്മൾ ചില ചേഞ്ചസുകൾ അഡോപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതാണ് ഞങ്ങൾ ജസ്റ്റ് ഒരു കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ ചെയ്ത ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. So, thank you all for joining us. Thank you.